കൊല്ലം ശാസ്താംകോട്ട പോലീസിനെതിരെ ഗുരുതര പരാതിയുമായി അടൂർ സ്വദേശിയായ യുവാവ് അതിക്രൂരമായി മർദ്ദിച്ചെന്നും ജനനേന്ദ്രിയം തകർത്തെന്നുമാണ് പരാതി. കാറിനുള്ളിലിട്ട് മണിക്കൂറുകളോളം മർദ്ദിച്ചെന്നും പോലീസ് ജാതീയമായി അധിക്ഷേപിച്ചെന്നും 23-കാരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും യുവാവ് ആരോപിച്ചു. കൊല്ലം ശാസ്താംകോട്ട പോലീസിനെതിരെ അതീവ ഗുരുതരമായ പരാതിയാണ് 23-കാരനായ അടൂർ സ്വദേശി ഉന്നയിക്കുന്നത്. മെയ് 29-ന് രാത്രിയാണ് പരാതിക്കാസ്പദമായ സംഭവം. പോക്സോ കേസിൽ പ്രതിയായ സഹോദരനെ അന്വേഷിച്ചെത്തിയ പോലീസുകാർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം മർദ്ദിച്ചു. മൂക്കിൽ ആഞ്ഞടിച്ച ശേഷം ശരീരമാസകലം തല്ലി. മർദ്ദനത്തിൽ യുവാവിന്റെ ജനനേന്ദ്രിയം ഉൾപ്പെടെ തകർന്നു. പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുന്ന തരത്തിൽ ഞരമ്പുകൾക്കുൾപ്പെടെ പരിക്കേറ്റുവെന്നും സ്വകാര്യ ആശുപത്രിയുടെ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട്. ആ പൈസ എന്ന് പറഞ്ഞ സാറാണ് എന്റെ മൂത്ത് കഴിക്കുന്ന താഴത്തെ ബോൾസിൽ പിടിച്ചിട്ട് അത് പിടിച്ചങ്ങ് ഞെരുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങ് ആക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത്, അനിയൻ അവിടെ പറയുന്നത് ഇങ്ങനെ ചീത്ത വിളിച്ചാ പറയുന്നത്. ഇവർ ഈ പിടിച്ചതിന്റെ ആദത്തില് അവിടെ അങ്ങോട്ടുള്ള ഒരു നരമ്പുണ്ട്. ആ നരമ്പിന് പ്രശ്നം വന്നിട്ടുണ്ട്. അത് കാരണം ഇനിയിപ്പം പ്രത്യുൽപാദന ശേഷിയൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. മർദ്ദനത്തിന് പുറമെ നേരിടേണ്ടി വന്നത് കൊടിയ ജാതി അധിക്ഷേപമാണെന്നും യുവാവ് പറയുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു തവണ ശാസ്താംകോട്ട ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് പോലീസുകാർ ശ്രമിച്ചതെന്ന് യുവാവ് ആരോപിക്കുന്നു. 23-കാരന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിലുണ്ട്. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റിയെ സമീപിച്ചിരിക്കുകയാണ് യുവാവിന്റെ കുടുംബം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.